Good afternoon. Good afternoon, Miss. Good afternoon. നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മള് ഡയാലിസിസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിച്ചിരുന്നു കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കിയോ? ശനി ഞായറൊക്കെ കിട്ടിയപ്പോ ടൈം കിട്ടുന്നതിനനുസരിച്ച് പോർഷൻസ് ഓരോന്നും മനസ്സിലാക്കി വെക്കണം കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളൊക്കെ കഴിയുമ്പോഴേക്കും ഫസ്റ്റിന്റെ സെക്കൻഡിന്റെ കൂടെ എക്സാം വരും. അപ്പൊ അന്നേരം എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കാൻ നിന്നാൽ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പൊ നിങ്ങളുടെ ടൈം മാനേജ് ചെയ്തിട്ട് പഠിക്കാനുള്ള സമയം കണ്ടെത്താം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങാനായിട്ട് പോകുന്നത്. ചാപ്റ്റർ നോട്ട് ചെയ്യാം, ഫാർമസി കേട്ടോ. ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ചാപ്റ്റർ നമ്പർ 15 ആണ് തോന്നുന്നു അല്ലെ? നിങ്ങളുടെ 15 അല്ലേ എടുക്കുന്നത്? മൊഡ്യൂളാക്കി തിരിച്ചപ്പോ സെക്കൻഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, ഫാർമസി. ഓക്കെ, ഈ പറയുന്ന ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ഫാർമസി. ശരി, നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാം അല്ലെ നമുക്ക്. അപ്പൊ നോക്കൂ, ചാപ്റ്റർ നമ്പർ 1 ഫാർമസി. ഓക്കെ, നമുക്കറിയാം അല്ലെ, നമ്മള് ഫാർമസിയെ കുറിച്ച് നമ്മള് വെറുതെ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മള് ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചപ്പോ അതിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സിലാണ് ഫാർമസി നമ്മൾ പറഞ്ഞു പോയത് അല്ലെ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഫാർമസി കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, മരുന്നുകള് വിതരണം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള് വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനം അല്ലെ, ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, ഫാർമസി എന്ന് പറയുന്നത്. അത് മാത്രമാണ് ഫാർമസി അല്ല, വേറെ പലതുണ്ട് കേട്ടോ. അപ്പൊ അതെന്താണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫാർമസി എന്താണ്, അതിന്റെ ഫങ്ഷൻസുകൾ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അവിടുത്തെ സ്റ്റാഫിംഗ് എങ്ങനെയാണ്. എന്താണ് ചാപ്റ്റർ 15? നിങ്ങൾക്ക് 15 ആയിരിക്കും കേട്ടോ, 15 ഫാർമസി. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? 15 ആയിട്ടല്ലേ നിങ്ങളുടെ കയ്യിലേക്ക് എടുക്കുന്നത്? ശരി, നമ്മൾ മൊഡ്യൂളാക്കി തിരിച്ചല്ലോ. പിന്നീട് നിങ്ങൾ ക്ലാസ് ഒക്കെ തുടങ്ങി നമ്മളൊരു 1 മന്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മൊഡ്യൂളൊക്കെ ആക്കി തിരിച്ചിട്ട്. അതിനകത്ത് സെക്കൻഡ് മൊഡ്യൂളിനാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ആ നമ്പറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്താണ് നോക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയായിരുന്നു. ഫാർമസിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, പിന്നെ അവിടുത്തെ സ്റ്റാഫിംഗ് ഏത് തരത്തിലാണ്, പിന്നെ ഒരു കമ്മിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. കമ്മിറ്റി എങ്ങനെയാണ്, ഫാർമസിസ്റ്റുകളുടെ എണ്ണം, അതിന്റെ റിക്വയർമെന്റ്സ് എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിനകത്ത്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് ഓരോ പോയിന്റും നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വായിക്കുകയാണ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ ഫാർമസി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ സെവറൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ. അതായത് ഹോസ്പിറ്റലിലെ നിരവധി ഡിപ്പാർട്ട്മെന്റുകളില് വൺ ഓഫ് ദ മോസ്റ്റ്. സ്ക്രീൻ കാണുന്നില്ലേ സ്ക്രീൻ? പെട്ടെന്ന് പറയൂ. ഓക്കെ, ഒരു മിനിറ്റ്, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലാന്നോ?
ഇപ്പൊ ഓക്കെ ആയില്ലേ? ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, സോറി കേട്ടോ. ഷെയർ ചെയ്യാൻ മറന്നു കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? ശരി. അപ്പോ നമ്മള് നോക്കാണ് എന്താണ് ഫാർമസി. ശ്രദ്ധിക്കാം അല്ലെ, സ്ക്രീനിൽ നോക്കാം. നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. ജസ്റ്റ് എന്താണ് പോയിന്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് വായിക്കാം. Hospital pharmacy is one of the most important departments among several departments of a hospital. അതായത് ഹോസ്പിറ്റലിലെ നിരവധി ഡിപ്പാർട്ട്മെന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്താണ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഫാർമസി. നമ്മൾ പഠിച്ചതാണ് അല്ലെ, ഹോസ്പിറ്റലിലെ ഒത്തിരി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്താണ് ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസി എന്ന് ചോദിച്ചാല് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് സെക്കൻഡ് പോയിന്റിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ് hospital pharmacy is defined as that department of the hospital which handles procurement, storage, compounding, dispensing, manufacturing, testing, packaging and distribution of drugs. എന്താണ് പറയുന്നത്? അതായത് മരുന്നുകളുടെ പ്രൊക്യൂർമെന്റ്. എന്താണ് പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം? സ്റ്റോറേജ് എന്നാണ് കേട്ടോ. അത് കറക്റ്റ് ആണ് കേട്ടോ ജിസ്ന. സംഭരണമാണ് കേട്ടോ. ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയിട്ടുണ്ടോ? സംഭരണം നൽകും. സംഭവം ഇതല്ലേ ഉദ്ദേശിച്ചത്? സംഭരണം കേട്ടോ. സംഭരണം തന്നെയാണ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അതേ മീനിങ് തന്നെ കേട്ടോ, സംഭരണം. പിന്നെന്താണ് കോമ്പൗണ്ടിങ്. ഇതിന്റെയൊക്കെയാണ് പ്രൊക്യൂർമെന്റ്. മരുന്നുകളുടെയാണ് കേട്ടോ, ഡ്രഗ്സിന്റെയാണ്. ഡ്രഗ്സ് എന്ന് വെച്ചാൽ എന്താണ്? മരുന്നുകൾ. പലപ്പോഴും നമ്മൾ ഡ്രഗ് എന്ന് കേൾക്കുമ്പോഴും മെഡിസിൻ എന്ന് കേൾക്കുമ്പോഴും ഇത് രണ്ടും പൊതുവെ നമ്മൾ മയക്കുമരുന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഡ്രഗ്സ് എന്നാണ് പറയാ അല്ലെ. ശരിക്കും പറഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്. പിന്നെ ഡ്രഗ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ ഒരു ബ്രോഡർ ടേമിലാണ് കേട്ടോ നമ്മൾ ഡ്രഗ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മെഡിസിൻ എന്ന് പറയുമ്പോൾ അതിനൊരു പോസിറ്റീവ് മാത്രമായിട്ടുള്ള ഒരു വശമുള്ളൂ. അതായത് നമ്മുടെ രോഗത്തിന് രോഗാവസ്ഥയ്ക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു സംഭവം. ആ ഒരു രീതിയിലാണ് നമ്മൾ മെഡിസിൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഡ്രഗ് എന്ന് പറയുമ്പോൾ അതൊരു ബ്രോഡർ ടേമിലാണ്. അതിൽ മെഡിസിൻസ് ആവാം, ആൽക്കഹോൾസ് ആവാം, അതുപോലെ ഈ പറയുന്ന മറ്റ് മയക്കുമരുന്നുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളതെല്ലാം ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ ഡ്രഗ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫാർമസി പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മെഡിസിൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ പലരും പറയാം അതിനെ ഡ്രഗ് എന്നല്ലേ പറയുന്നത്. അതെ, ഡ്രഗ് എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡ് ടേമിലാണ്. മെഡിസിൻസ് വരും, ഈ പറയുന്ന ആൽക്കഹോള്, മറ്റുള്ള ടോക്സിക് ആയിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസും അതിനകത്ത് വരും കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മുടെ ഡ്രഗ് നല്ല അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, മെഡിസിൻസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്തരം മരുന്നുകളുടെ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ സംഭരണം, സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആണ്. കോമ്പൗണ്ടിങ്. എന്താണ് കോമ്പൗണ്ടിങ്? നമ്മൾ പൊതുവെ കോമ്പൗണ്ട് എന്നൊക്കെ കേട്ടില്ല, മിശ്രിതം അല്ലെ. എന്താണ് കോമ്പൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത്? കോമ്പൗണ്ടിങ് ഓഫ് ഡ്രഗ് ഇസ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ്, ആൾട്ടറിംഗ് ഓർ പ്രിപ്പയറിംഗ് എ ഡ്രഗ്. അതായത് നമ്മൾ ഒരു മരുന്നിന് അതിനാവശ്യമുള്ള കണ്ടന്റുകൾ എല്ലാം തന്നെ അത് മിക്സ് ചെയ്യുക അല്ലെ, മിശ്രിതം അല്ലെ, മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്യുക അല്ലെങ്കിൽ അതിന് നമ്മൾ ആൾട്ടർ ചെയ്യും അല്ലെ. മിക്സിങ്ങിനകത്ത് നമ്മൾ ചില റേഷ്യോസിലും അതിലൊക്കെ മാറ്റം വരുത്തി ആൾട്ടർ ചെയ്തിട്ട് പ്രിപ്പയറിംഗ് എ ഡ്രഗ് അല്ലെ. നമ്മളൊരു ഡ്രഗിന് അതിൽ നിന്നും പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കണം. ആ ഒരു പ്രോസസ്, ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മിക്സിംഗ്, ആൾട്ടറിംഗ് ഓർ പ്രിപ്പയറിംഗ് എ ഡ്രഗ്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് കോമ്പൗണ്ടിങ്. ഓക്കെ, അപ്പൊ കോമ്പൗണ്ടിങ് ഉണ്ട്. പിന്നെ എന്താണ്? ഡിസ്പെൻസിങ്. ഡിസ്പെൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? മരുന്നുകൾ വിതരണം ചെയ്യുക അല്ലെ, ആളുകൾക്ക് കൊടുക്കാതെ വിതരണം ചെയ്യല്. മാനുഫാക്ചർ ചെയ്യാന്ന് വെച്ചാൽ നിർമ്മിക്കുക അല്ലെ, നമ്മൾ ഉത്പാദിപ്പിക്കുക. പിന്നെന്താണ്? വെറുതെ മാനുഫാക്ചർ ചെയ്താൽ മാത്രം മതിയോ? പോരാ. പിന്നെ എന്ത് ചെയ്യണം? ടെസ്റ്റിംഗ് അല്ലെ, കൃത്യമായിട്ടത് പരിശോധിക്കണം അല്ലെ. അതിൽ പറഞ്ഞ കണ്ടന്റുകളെല്ലാം കൃത്യമായിട്ടുണ്ടോ, കൃത്യമായ അനുപാതത്തിലുണ്ടോ, ക്വാളിറ്റിയിലുണ്ടോ, ക്വാണ്ടിറ്റിയിലുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധന വിധേയമാക്കണം അല്ലെ. പിന്നെന്താണ്? പാക്കേജിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. പിന്നെന്താണ്? അത് കൃത്യമായി പാക്ക് ചെയ്ത് നമ്മൾ ഡിസ്പെൻസ് ചെയ്യുക, ദാറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത്തരം മരുന്നുകളുടെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? മരുന്നുകളുടെ പ്രൊക്യൂർമെന്റ് അല്ലെ, സംഭരണമുണ്ട്, കോമ്പൗണ്ടിങ് ഉണ്ട്, പിന്നെന്താണ്? നിർമ്മാണം, പരിശോധന, പാക്കേജിംഗ്, വിതരണം, ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു വകുപ്പാണ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഫാർമസി.
അറിയാലോ നമുക്ക് എന്താണ് ഫാർമസി എന്നുള്ളത്. ഓക്കെ, അത് കൃത്യമായൊരു ഡെഫിനിഷൻ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ ഫാർമസി ഇസ് ഡിഫൈൻഡ് ആസ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ വിച്ച് ഹാൻഡിൽസ് ദ പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിംഗ്, ഡിസ്പെൻസിംഗ്, മാനുഫാക്ചറിംഗ്, ടെസ്റ്റിംഗ്, പാക്കേജിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. ക്ലിയർ ആണല്ലോ. തേർഡ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് ആൾസോ റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്. അതൊരു മരുന്നുകളുടെ ഉൽപാദനവും പരിശോധന വിതരണം മാത്രമാണോ ഫാർമസി എന്ന് പറയുന്നത്? അല്ല. എന്താണ്? വിദ്യാഭ്യാസവും ഗവേഷണവുമായിട്ടും ഈ വകുപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസവും ഗവേഷണവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്, ഫാർമസിക്ക് ബന്ധമുണ്ട്. മനസ്സിലായോ? അവിടെ മാത്രം മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ കൊടുക്കുക മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിലും ഈ ഒരു വകുപ്പ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഹോസ്പിറ്റൽ ഫാർമസി ഇസ് ഗവേൺഡ് ബൈ എ പ്രൊഫഷണലി എഫിഷ്യന്റ് ആൻഡ് ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ആരാണ്? വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള ആരായിരിക്കും? ഫാർമസിസ്റ്റുകളായിരിക്കും അല്ലെ. നമ്മൾ പറഞ്ഞു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വ്യക്തി ആരാണ്? ഡയറ്റീഷ്യൻ. എന്നതുപോലെ ഫാർമസിയുടെ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ ബി ഫാമർ, എം ഫാമർ, ഡി ഫാമർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഓക്കെ, ഇതൊക്കെ ഫാർമസി കോഴ്സുകളാണ്. ഇത്തരം ബി ഫാമ അല്ലെങ്കിൽ ഡി ഫാമ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് സാധാരണയായിട്ട് ഫാർമസിയൊക്കെ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അത് മനസ്സിലാക്കി വെക്കും. അടുത്ത പോയിന്റ്, ഒരു ഫാർമസിസ്റ്റിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആർ അക്കൗണ്ടബിൾ ഫോർ ദ ഓർഡറിംഗ്, ക്വാളിറ്റി ടെസ്റ്റിംഗ്, സ്റ്റോറിംഗ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് ഇൻ ഹോസ്പിറ്റൽസ്. They must also make sure an adequate supply of medicine. എന്താണ് ഫാർമസിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത്? അവരെന്താ ചെയ്യുന്നത്? ഈ പറയുന്ന മരുന്നുകൾ ഓർഡർ ചെയ്യുന്നതിലും അതോടൊപ്പം തന്നെ അതിന്റെ ഗുണമേന്മ പരിശോധനയിലും പിന്നെ സ്റ്റോറിങ് അല്ലെ, അത് കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് സംഭരിച്ചു വെക്കുന്നതിലും പിന്നെ സെക്യൂരിറ്റി അല്ലെ, മരുന്നുകളുടെ സുരക്ഷിതത്വം, ഇവയെല്ലാം ഉറപ്പാക്കുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ആരെന്ന് പറയുന്നത്? ഫാർമസിസ്റ്റ്. അത് മാത്രമല്ല അവരുടെ ഉത്തരവാദിത്തം they must also make sure an adequate supply of medicine in hospital. ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മതിയായ മരുന്നുകളുടെ വിതരണവും അതും ആരുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്? ഒരു ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു പാരഗ്രാഫിനകത്ത് എന്ത് കാര്യമാണ് നമ്മൾ പഠിച്ചത്? ഒരു ഫാർമസി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഒരു ഫാർമസി എന്ന് പറഞ്ഞാൽ മരുന്നുകളുടെ സംഭരണം, അതിന്റെ നിർമ്മാണം, പരിശോധന, അതുപോലെ തന്നെ വിതരണം, ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ വകുപ്പാണ്. പിന്നെ അതിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഫാർമസി. ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടു, ഒരു ഫാർമസി എന്ന് പറയുന്നത് അവിടുത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ഒരു ഫാർമസിസ്റ്റ് ആണ് അല്ലെ. ക്വാളിഫൈഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ കണ്ടത് പിന്നെ ഫാർമസിസ്റ്റിന്റെ റോൾ എന്താണ്? ഒരു ഫാർമസിയിൽ അദ്ദേഹം വന്നിട്ട് മരുന്നുകളുടെ വിതരണത്തിലും അതിന്റെ ഗുണമേന്മ പരിശോധനയിലും സംഭരണത്തിലും സുരക്ഷിതത്വത്തിലും ഒപ്പം ആ ഒരു ആശുപത്രിയിലെ ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ വിതരണത്തിലും എന്താണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റെസ്പോൺസിബിൾ ആയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. ക്ലിയർ ആണെന്ന് ഇത്രയും പറഞ്ഞത്? ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഉറങ്ങാണോ എല്ലാവരും? ഉറങ്ങാണോ? ബോറടിക്കുന്നുണ്ടോ? കുറച്ച് തിയറിയാണ് കേട്ടോ, കുറച്ച് തിയറിയാണ്. നമുക്ക് ബോറടിപ്പ് തോന്നാം, ഉറങ്ങി പോകരുതേ. ഞാൻ ചിലപ്പോൾ ചോദിക്കുന്ന ആരൊന്നും റെസ്പോണ്ട് ചെയ്യുന്ന, അപ്പൊ ഞാൻ വിചാരിക്കുന്ന അവിടെ ഉറങ്ങി പോയിരിക്കും. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. എന്താണ് ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസി? ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫങ്ഷൻസുകൾ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇനി എന്താണ് നമ്മൾ കാണുന്നത്? നോക്കിക്കോട്ടോ. ഈ ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ വായിക്കുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെയാണ്, ഏകദേശം ഒരേ കാര്യത്തിന് തന്നെ തിരിച്ചു മറിച്ചൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഹെഡിങ് കൊടുത്തേക്കുന്നത് മാത്രം കേട്ടോ. അപ്പൊ നോക്കി, ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങള്, ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് നോക്കാം. കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, ഓരോ പോയിന്റും ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്.
പ്രൊവിഷനിങ്, പർച്ചേസിംഗ്, റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ? പ്രവചനം. നമ്മൾ മുൻകൂട്ടി കാണുന്നത് കേട്ടോ, പ്രെഡിക്റ്റ് ചെയ്യാണ്. ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് ഏതൊരു ബിസിനസ്സിലും ഉണ്ടാവും കേട്ടോ, ഒരു ഫോർകാസ്റ്റ് ഉണ്ട്. അത് ഫാർമസിയുടെ മാത്രമല്ല, നമ്മൾ എന്ത് പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ട് വിപണിയിൽ ഇറക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഫോർകാസ്റ്റ് എപ്പോഴും ആവശ്യമാണ്, ഒരു പ്രവചനം ആവശ്യമാണ്. നമുക്ക് ഫാർമസിയിലോട്ട് വരുമ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡ്രഗ്സ് ആണ് അല്ലെ, മെഡിസിൻസ് ആണ്. അപ്പൊ ഇത്തരം മരുന്നുകളുടെ ഒരു ഡിമാൻഡിന്റെ പ്രവചനം. ഓക്കെ, ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു മരുന്ന് എത്ര അളവിൽ വേണം, അല്ലെങ്കിൽ ആ ഒരു മരുന്നിന്റെ ആവശ്യം എത്ര കസ്റ്റമേഴ്സിന് ഭാവിയിൽ ആവശ്യം വരും എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്, പ്രഡിക്ഷൻ ആണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രമേ നമ്മൾ ആ ഒരു ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്ത് വിപണിയിലേക്ക് ഇറക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ, ചിലപ്പോ ഓവർ സ്റ്റോക്ക് ആയി പോകും അല്ലെ, ഒരുപാട് കൂടുതൽ അളവിൽ വന്നേക്കാം, ചിലപ്പോ അണ്ടർ സ്റ്റോക്ക് ആയി മാറും, കുറഞ്ഞ അളവിൽ വാങ്ങിക്കും. അപ്പൊ നമുക്ക് ഇപ്പോഴും എന്താണ്, കറക്റ്റ് ഒരു അളവില്, കറക്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക കറക്റ്റ് ആക്കാൻ നമുക്ക് പറ്റില്ല, എങ്കിൽ കൂടിയും നമുക്ക് ഓവർ സ്റ്റോക്ക് വരാതെയും അണ്ടർ സ്റ്റോക്ക് ആവാതെയും നമുക്ക് ഒരു മിതമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് മാനുഫാക്ചർ ചെയ്തിട്ട് വിപണിയിലേക്ക് ഇറക്കാൻ പറ്റണം. ഒരു മെഡിസിൻ എത്രത്തോളം അളവിൽ ആവശ്യമായിട്ട് വരും, അതൊരു പ്രഡിക്ഷൻ ആണ് അല്ലെ. ഒരു മരുന്ന് ആളുകൾക്ക് എത്രത്തോളം അളവിൽ ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഭാവിയിൽ എത്ര ആൾക്കാർ ഇതിനൊരു ആവശ്യകതയായിട്ട് മുന്നോട്ട് വരും എന്നുള്ള ഒരു മുൻധാരണയോട് കൂടി വേണം നമ്മൾ ഒരു ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്ത് വിപണിയിലേക്ക് ഇറക്കാനായിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്. അത്രയുള്ള പോയിന്റ്. പിന്നെ എന്താണ് പറയുന്നത്, അത് ഈ പറയുന്ന എല്ലാ മേഖലകളിലും ഒരു ഫോർകാസ്റ്റ് വേണം. ഓക്കെ, പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറയാൻ വ്യവസ്ഥ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് നമ്മളിപ്പോ ഈ ഡ്രഗ് ഉണ്ടാക്കുന്നത് ചില വ്യവസ്ഥാപിതമായിട്ടുള്ള നയങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസൃതമായിക്കൊണ്ടാണ്. അപ്പൊ ആ ഒരു പ്രൊവിഷനിങ്ങിലായാലും പർച്ചേസ്, ഇപ്പൊ മരുന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിലും റിസീവ് ചെയ്യാണ് സ്വീകരിക്കുകയാണെങ്കിലും, പിന്നെ എന്താണ് ഇൻസ്പെക്ഷൻ അല്ലെ, പരിശോധന, പിന്നെ ക്വാളിറ്റി ടെസ്റ്റ്, ഗുണമേന്മ നിർണ്ണയം, പിന്നെ ഈ പറയുന്ന സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സംഭരണത്തിലായാലും വിതരണത്തിൽ ഒരുപാട് സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു വരുന്നത് അല്ലെ. അത് നമ്മളൊന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ് അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ സംഭരിച്ച് അത് വിതരണം ചെയ്യുന്നു. ഈ പറയുന്ന ഓരോ ഘട്ടത്തിലും എന്ത് ആവശ്യമാണ്? ഫോർകാസ്റ്റ് ആവശ്യമാണ്, പ്രവചനം നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ അത് നഷ്ടമായി പോകും കേട്ടോ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഫോർകാസ്റ്റ് പ്രൊവിഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, വ്യവസ്ഥ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വ്യവസ്ഥ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ മെഡിസിൻസ് ഉണ്ടല്ലോ, മെഡിസിൻസ് നമ്മൾ ചുമ്മാ ഒന്ന് എന്ത് ചെയ്യല, പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വിപണിയിലേക്ക് ഇറക്കല്ല. അതിന് ചില വ്യവസ്ഥാപിതമായിട്ടുള്ള കുറെ നയങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട്. അപ്പൊ അതിനനുസൃതമായിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡ്രഗ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു പ്രൊവിഷനിങ് കേട്ടോ, ആ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ആ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് പോയിന്റ് പറയുന്നത് സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്. എന്താണ് സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്? മീൻസ് എന്താണ്? സെലക്ഷൻ ഓഫ് ദ റിലയബിൾ സപ്ലയേഴ്സ് അല്ലെ, വിശ്വസ്തരായിട്ടുള്ള വിതരണക്കാരുടെ തെരഞ്ഞെടുപ്പ്. അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. കാര്യം നമ്മൾ മരുന്നുകൾ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്താൽ മാത്രം പോരാ, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റിലയബിൾ ആയിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള വിതരണക്കാരെ ആവശ്യമാണ് അല്ലെ. വിതരണക്കാരെ ആവശ്യമാണ്, പല വിതരണക്കാര് വരും. അതിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള വിതരണക്കാരുടെ തിരഞ്ഞെടുപ്പ് അതൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് കേട്ടല്ലോ. അതാണ് സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്, ദാറ്റ് മീൻസ് സെലക്ഷൻ ഓഫ് ദ റിലയബിൾ സപ്ലയേഴ്സ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പ്രിസ്ക്രൈബിംഗ് ദ എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻ. പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻസ്, അതായത് ഈ പറയുന്ന ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ഒരു എസ്റ്റിമേറ്റ് അല്ലെ, അതിന്റെ ഒരു പ്ലാന് നിർദ്ദേശിക്കുക. ഇത് അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ ചിലപ്പോൾ സ്മോൾ ഹോസ്പിറ്റൽ ആവാം, ലാർജ് ഹോസ്പിറ്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ മിഡ് സൈസ് ഹോസ്പിറ്റൽസ് ഒക്കെ ആവാം അല്ലെ. അവിടെ അനുസരിച്ച് അവിടെ എത്രത്തോളം ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാൻ പറ്റും അല്ലെ, എത്രത്തോളം മരുന്നുകൾ ടോട്ടലി ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തില് ആവശ്യമായിട്ട് വരുന്ന മരുന്നുകളുടെ ആ ഒരു എസ്റ്റിമേറ്റ്, ഒരു പ്ലാൻ ഇപ്പോഴും നിർദ്ദേശിക്കുക. അത് അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് കീപ്പിംഗ് ദ ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ ആൻഡ് ഡ്രഗ് റിയാക്ഷൻ. കീപ്പിംഗ് ദ ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻസ്.
അതായത് ഈ പറയുന്ന മരുന്നുകളുടെ ഗുണനിലവാരം അല്ലെ, അതിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ കോസ്റ്റ്, വില അല്ലെ, വില നിലവാരം, പിന്നെ സോഴ്സ് ഓഫ് സപ്ലൈ, ആ മരുന്നിന്റെ വിതരണത്തിന്റെ ഉറവിടം, ഏത് കമ്പനിയാണ് ഇത് വിതരണം ചെയ്യുന്നത്, അത്തരത്തിൽ ആ വിതരണത്തിന്റെ ഉറവിടം, അതുപോലെ തന്നെ ഡ്രഗ് റിയാക്ഷൻ, ആ ഒരു മരുന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ എന്തെല്ലാം റിയാക്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് എന്നതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് സൂക്ഷിക്കുക. ഓക്കെ, കീപ്പിംഗ് ദ ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ ആൻഡ് ഡ്രഗ് റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത പോയിന്റ് ആണ് ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ് പ്രോഡക്ട്സ്. ഈ പറയുന്ന നമ്മൾ നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതോ വാങ്ങുന്നതോ ആയിട്ടുള്ള മരുന്നുകളുടെ ക്വാളിറ്റി കൺട്രോൾ അല്ലെ, ഗുണനിലവാരം ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില മരുന്നുകള് മാനുഫാക്ചറിങ്, ഇപ്പൊ ഹോസ്പിറ്റലുകാരുടെ തന്നെ മാനുഫാക്ചറിങ് നിർമ്മിക്കും. ചിലത് നമ്മൾ എന്താ ചെയ്യാം, പർച്ചേസ് ചെയ്യും അല്ലെ, ആ കണ്ടന്റുള്ള സാധനങ്ങൾ ഇവിടെ നിർമ്മിച്ചത് പർച്ചേസ് ചെയ്യും. എങ്ങനെ ആയിക്കോട്ടെ, നിർമ്മിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നതോ ആയിട്ടുള്ള ഡ്രഗ്സുകളുടെ ക്വാളിറ്റി കൺട്രോൾ, ഗുണനിലവാരം ഉറപ്പാക്കണം. പിന്നെ വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇൻ ദ വാർഡ്സ് അല്ലെ, വാർഡുകളിലേക്കുള്ള മരുന്നുകളുടെ വിതരണം അവരുടെ ഫംഗ്ഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മെഡിസിൻസ് ടു ഔട്ട് പേഷ്യൻസ് അല്ലെ, ഇൻ പേഷ്യൻസ് മാത്രമല്ല, വാർഡ് എന്ന് പറയുന്നത് അവിടെ ഇൻ പേഷ്യൻസ് ആണ് അല്ലെ, അത് മാത്രമല്ല ഔട്ട് പേഷ്യന്റുകൾക്കുള്ള മരുന്നുകളുടെ വിതരണം. പിന്നെന്താണ് ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സോഴ്സ് ഓഫ് സപ്ലൈ, ഏകദേശം അതേ പോയിന്റ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്, അതായത് ഹോസ്പിറ്റലുകളിലുള്ള മരുന്നുകളുടെ ഉറവിടത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. എവിടെ നിന്നാണ് മരുന്ന് വരുന്നത്, ആരാണ് അതിന് സപ്ലൈസ്, ഏത് കമ്പനിയാണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആ ഒരു മരുന്നുകളുടെ ഉറവിടത്തെ കുറിച്ചുള്ള വിവരങ്ങൾ. ഓക്കെ, അതെല്ലാം തന്നെ കീപ്പ് ചെയ്യുക. പിന്നെന്താണ് സെന്റർ ഫോർ ദ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്, മരുന്നിന്റെ ഉപയോഗക്രമത്തെ കുറിച്ചുള്ള പഠന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക. അതായത് എല്ലാ മരുന്നുകളും ഒരേപോലെയാണ് ഉപയോഗിക്കുന്നത് അല്ല, നമ്മൾ തന്നെ ഫാർമസിയിൽ പോകുമ്പോൾ നമുക്ക് എഴുതി തരും അല്ലെ, കൃത്യമായിട്ട് അവർ എഴുതി തരും. രാവിലെ കഴിക്കേണ്ടത്, ഉച്ചയ്ക്ക് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കേണ്ടത്, ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണോ, ഭക്ഷണത്തിന് ശേഷം കഴിക്കണോ, എത്ര ഡോസിൽ നമ്മൾ കഴിക്കണം, എത്ര കാലയളവ് വരെ കഴിക്കണം, അങ്ങനെ എന്താണ് മരുന്നുകളുടെ ഉപയോഗക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളുടെ ഒരു സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുക കേട്ടോ. അവരാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്ന മരുന്നാണ്, ഇന്ന കാര്യത്തിനാണ് അത് ഉപയോഗിക്കുന്നത്, ഇത്ര നാൾ വരെ എടുക്കണം, ഭക്ഷണത്തിന് മുന്നിൽ കഴിക്കണം, അത് ഭക്ഷണത്തിന് ശേഷം കഴിക്കണം, അങ്ങനെ ഓരോ ഉപയോഗക്രമങ്ങളുണ്ട് അല്ലെ, അതിനെ കുറിച്ചുള്ള ഒരു സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുക. പിന്നെന്താണ് bring in these practice recommendations of the pharmacy and therapeutic committee. അത് നമ്മൾ പഠിക്കും കേട്ടോ. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, PNT കമ്മിറ്റി ഉണ്ട് ഫാർമസി ആയിട്ട് ബന്ധപ്പെട്ടത്. ഏത് ഡിപ്പാർട്ട്മെന്റിനും ഉണ്ടാവില്ല, ഒരു കമ്മിറ്റി ഉണ്ടാവും. ഉത്സവ കമ്മിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഫാർമസിക്ക് വേണ്ടിയിട്ടുണ്ട് ഒരു ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു കമ്മിറ്റിയുടെ ശുപാർശകൾ അല്ലെ, അവരുടെ നിർദ്ദേശങ്ങള്, ശുപാർശകള് കൃത്യമായിട്ട് തന്നെ പ്രാവർത്തികമാക്കുക. അതാരുടെ ഫംഗ്ഷനാണ്, ഫാർമസിയുടെ ഫംഗ്ഷനാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, പിന്നെ വരുന്ന എന്താണ് പേഷ്യന്റ് കൗൺസിലിംഗ്. പേഷ്യന്റിന് കൗൺസിലിംഗ് കൊടുക്കുക. എന്തിനെ സംബന്ധിച്ചുള്ള കൗൺസിലിംഗ് ആണ്, ഡ്രഗ്സിനെ സംബന്ധിക്കുന്ന കൗൺസിലിംഗ് അല്ലെ. അവർക്ക് പറഞ്ഞു കൊടുക്കണം ഓരോ മരുന്നുകള് അവരുടെ അസുഖം ഇന്നതാണ്, ഇന്ന കാര്യത്തിനാണ് അത് ഉപയോഗിക്കുന്നത്, ഇന്ന അളവിന് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യണം, പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കും അല്ലെ. അത്തരത്തിലുള്ള പേഷ്യന്റ് കൗൺസിലിംഗ്. പിന്നെന്താണ് കീപ്പിംഗ് ദ ലിസോൺ ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ്. പുതിയൊരു വാക്കാണ് കേട്ടോ, ലിസോൺ എന്നാണ് പറയാ. ലിസോൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ബന്ധം എന്നാണ് അർത്ഥം കേട്ടോ, ബന്ധം. ഓക്കെ, കീപ്പിംഗ് ലിസോൺ ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ്. അതായത് ഈ പറയുന്ന മെഡിക്കൽ നഴ്സിംഗ് രോഗികൾ അല്ലെ, പേഷ്യൻസ്, അവരുമായിട്ടുള്ളൊരു ബന്ധം നല്ല രീതിയിൽ നിലനിർത്തുക. അതൊരു ഫാർമസിയുടെ ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാം കൃത്യമായിട്ട്. അതൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ നടക്കുന്നത് അല്ലെ. നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നു, ഡോക്ടർ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തരുന്നു, അത് നഴ്സിന്റെ അടുത്ത് ചെല്ലുന്നു, അവരത് പ്രിന്റ് ചെയ്ത് ഫാർമസിയിലേക്ക് വിടുന്നു. ശരിക്കും പറഞ്ഞ എന്താണ്, അവിടെ രോഗി, ഡോക്ടർ, നഴ്സ് ഇവര് തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ക്രിയേറ്റ് ആക്കാം അല്ലെ. ആ ഒരു ബന്ധം നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്, ഫാർമസിയുടെ ഫംഗ്ഷൻസ് ആണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് ഫോർകാസ്റ്റ് ഓഫ്
ഡിമാൻഡ് കേട്ടോ. അതായത് എത്രത്തോളം അളവിൽ നമ്മൾ ആ ഒരു ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര അളവിൽ ഭാവിയിൽ ഈ പറയുന്ന കസ്റ്റമേഴ്സിന് അത് ആവശ്യമായിട്ട് വരും എന്നതിനെ കുറിച്ചുള്ള ഒരു മുൻധാരണയിൽ വേണം നമ്മൾ ആ ഒരു ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിപണിയിലോട്ട് എത്തിക്കാനായിട്ട്. കേട്ടല്ലോ, ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു സെലക്ഷൻ ഓഫ് ദ റിലയബിൾ സപ്ലൈസ്, അതുപോലെ പ്രിസ്ക്രൈബിംഗ് ദ എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻസ് ഇൻ ഹോസ്പിറ്റൽസ്. പിന്നെ നമ്മൾ കീപ്പിംഗ് ദ ഇൻഫർമേഷൻ അബൌട്ട് ക്വാളിറ്റി, കോസ്റ്റ്, ഡ്രഗ് റിയാക്ഷൻസ് എക്സെട്ര. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന നിർമ്മിക്കുന്നതാവാ അല്ലെങ്കിൽ വാങ്ങുന്നതോ ആയിട്ടുള്ള മെഡിസിൻസിന്റെ ക്വാളിറ്റി കൺട്രോൾ ഉറപ്പുവരുത്തുക. വാർഡ്സിലേക്കുള്ള മെഡിസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഔട്ട് പേഷ്യൻസിനുള്ള മെഡിസിന്റെ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഈ പറയുന്ന ഡ്രഗിന്റെ വിവരത്തെ കുറിച്ചുള്ള ഒരു ഉറവിടമായിട്ട് പ്രവർത്തിക്കുക, പേഷ്യന്റ് കൗൺസിലിംഗ് കൊടുക്കുക, ഡ്രഗ് യൂട്ടിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗക്രമത്തിന്റെ ഒരു എന്താ പറയുക സെന്റർ പോലെ പ്രവർത്തിക്കുക. പിന്നെ എന്താണ് ഈ പറയുന്ന നഴ്സ്, മെഡിക്കൽ, മറ്റ് പേഷ്യൻസ് ഇവര് തമ്മിലുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഫാർമസിയുടെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. നിങ്ങളത് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കുക. അത്രയും അതിനകത്ത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ നമുക്ക് വേറെ ഒരു എക്സ്പ്ലനേഷൻ അതിനകത്ത് തരാനില്ല. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. എന്താണ് അടുത്തത്? എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസി. ഇനി നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ് എടുത്തു പഠിക്കുന്നുണ്ട് അല്ലെ. എന്നതുപോലെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തൊക്കെയാണ് ആ പോയിന്റ്സുകൾ? ഒന്നാമത്തെ പോയിന്റ്, ടു മേക്ക് ഷുവർ ദാറ്റ് the availability of right medication at the right time in the right dose at the minimum possible cost. അതായത് സാധ്യമായിട്ടുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ അല്ലെ, ചെലവ് കുറഞ്ഞ രീതിയിൽ ശരിയായ മരുന്ന് ശരിയായ സമയത്ത് ശരിയായ അളവില് ലഭ്യമാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഒബ്ജക്റ്റീവ് ആണ്? ഫാർമസിയുടെ ഒരു പ്രധാനപ്പെട്ട എയിമാണ്. മനസ്സിലായല്ലോ? അതായത് രോഗികൾക്ക് ഏറ്റവും സാധ്യമായ കുറഞ്ഞ ചെലവില് തന്നെ ശരിയായ മരുന്നുകളായിരിക്കണം അല്ലെ, തോന്നിയ മരുന്നല്ല, ശരിയായ മരുന്നുകൾ ശരിയായ സമയത്ത് ശരിയായ അളവില് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ലഭ്യമാക്കുക എന്നത് ഉറപ്പാക്കേണ്ടത് ഒരു ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലിനകത്തുള്ള ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പ്രൊഫഷണലൈസ് ചെയ്യുക. എന്താണ് പ്രൊഫഷണലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമുക്കറിയാം, ഒരു പ്രൊഫഷണാലിസം കൊണ്ടുവരാണ് നമ്മൾ പറയില്ല. ചെയ്യുന്ന കാര്യത്തില് ഒരു ഏറ്റവും പക്കയായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് എക്സലന്റ് ആയിട്ട് അത് പെർഫോം ചെയ്യും. അപ്പോഴാണ് നമുക്ക് അതിനകത്തൊരു പ്രൊഫഷണലിസം ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ അല്ലെ. എന്നതുപോലെ ഒരു ഹോസ്പിറ്റലിനകത്തുള്ള ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങൾ പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാല് എന്താണ്? കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഫാർമസിയുടെ സേവനങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാം, അലക്ഷ്യമായ രീതിയിൽ ചെയ്യാൻ. ഇപ്പൊ ആളുകൾക്ക് ഇരിക്കാൻ ഒരു വെയിറ്റിംഗ് ഏരിയ, അല്ലെങ്കിൽ അത് ബില്ലിങ്ങിന് ഒരു സെക്ഷൻ, അത് ഡിസ്പെൻസ് ചെയ്യാൻ ഒരു സെക്ഷൻ, അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുക. അപ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? അവരുടെ പ്രവർത്തനങ്ങൾ ഒരു പ്രൊഫഷണലൈസ് ആകുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് ഹോസ്പിറ്റലിലെ ഫാർമസി സേവനങ്ങളെല്ലാം തന്നെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പ്രൊഫഷണലൈസ് ചെയ്യുക. പിന്നെ എന്താണ്? ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ മെഡിക്കൽ. ഈ പോയിന്റ് നമ്മൾ അവിടെ ഫംഗ്ഷനിലും പറഞ്ഞതാണ് കേട്ടോ. കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് for the medical staff, nurses, and for the patients on the use of drugs, possible after effects, toxicity, hostile effect of drug interactions, etc. എന്താണ് പറയുന്നത്? ഈ പറയുന്ന മരുന്നുകളുടെ ഉപയോഗക്രമം അല്ലെ, യൂസ് ഓഫ് ഡ്രഗ്സ്, മരുന്നുകളുടെ ഉപയോഗം. പിന്നെ എന്താണ്? പോസിബിൾ ആഫ്റ്റർ ഇഫക്ട്, ചില പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അത് ഏത് അലോപ്പതി മരുന്ന് എടുത്താലും അതിന് എന്തുണ്ടാവും? ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും അല്ലെ. ഈ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടില്ല. പലർക്കും അവരുടെ ബോഡി നേച്ചറിനനുസരിച്ച് കൊണ്ട് വ്യത്യസ്തമായിരിക്കും. പിന്നെ എന്താണ് പറയുന്നത്? ടോക്സിസിറ്റി എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വിഷാംശമാണ് അല്ലെ. ഇവിടെ വിഷാംശം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിപ്പോ ഡ്രഗ് ഓവറായിട്ട് ചില മരുന്നുകൾ നമ്മൾ ഓവർ ഡോസ് ആയിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ശരിയാണെങ്കിൽ അത് പിന്നീട് ഒരു ടോക്സിക് ഇഫക്റ്റ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് കേട്ടോ. അത് ശരിയായ മതിയായ കൂടുതൽ അളവിൽ നമ്മൾ എടുക്കുക നമുക്ക് വരുമ്പോൾ അതൊരു ടോക്സിക് ഇഫക്റ്റ് ആണ് നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാവുക. പിന്നെ എന്താണ്? ഹോസ്റ്റൈൽ ഇഫക്റ്റ് ഓഫ് ഡ്രഗ് ഇന്ററാക്ഷൻസ്. ഹോസ്റ്റൈൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാലും ടോക്സിക്
എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ ടോക്സിക് ആയിട്ടുള്ള എഫക്റ്റ്. ഹോസ്റ്റൈൽ തീവ്രമായിട്ടുള്ള മോശമായിട്ടുള്ള ഫലങ്ങൾ എന്തിന്റെ ഓഫ് ഡ്രഗ് ഇന്ററാക്ഷൻസ്. അതായത് നമ്മൾ ചില മരുന്നുകൾ നമ്മുടെ ശരീരമായിട്ട് പ്രതിപ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് പല മോശം ഇഫക്റ്റുകൾ ഉണ്ടായേക്കാം അല്ലെ. ഇപ്പൊ ചില ആളുകൾക്ക് ചില മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് എന്താണ് ചിലപ്പോൾ ചിലർക്ക് ഷിവറിങ് വരാം, അല്ലെങ്കിൽ വല്ല വൊമിറ്റിംഗ് ടെൻഡൻസി ഓക്കാനം പോലെ സംഭവിക്കാം. ചിലർക്ക് ചിലപ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ട്, നെഞ്ചിരിച്ചില് അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അതേ പറയുന്ന മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ പ്രതിപ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയും വരാലോ. അപ്പൊ അത്തരത്തില് മരുന്നുകളുടെ ഉപയോഗം പിന്നെന്താ പറയുന്നത് അവയ്ക്കുണ്ടാകുന്ന ചില പാർശ്വഫലങ്ങള്, അതിന്റെ ടോക്സിസിറ്റി ഞാൻ പ്രത്യേകം പറഞ്ഞു. നമ്മൾ ഓവർഡോസ് ഒക്കെ ആകുമ്പോഴാണ് ടോക്സിക് ആവുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരവുമായിട്ട് മരുന്നുകൾ പ്രതിപ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ചില മോശം ഫലങ്ങൾ, ഇവയെല്ലാം കുറിച്ചും പറഞ്ഞ എല്ലാ കാര്യങ്ങളെ കുറിച്ചും മെഡിക്കൽ അതുപോലെ തന്നെ നഴ്സസ് ഒപ്പം എന്താണ് മരുന്നുകൾ എടുക്കുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യണം, ബോധവാന്മാരാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് പോലെ അല്ലെ, അവർക്ക് അതിനൊരു ബോധവാന്മാരാക്കണമെങ്കിൽ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് പോലെ ആക്ട് ചെയ്യുക. അത് ആരുടെ ഒബ്ജക്റ്റീവാണ്? ഫാർമസിയുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. ക്ലിയർ ആണ്? അതാണ് ആ പോയിന്റ് കേട്ടോ. ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആർക്കൊക്കെയാണ്? രോഗിക്ക് മാത്രമാണോ? അല്ല. ഫോർ മെഡിക്കൽ സ്റ്റാഫ്, നഴ്സസ് ആൻഡ് ഫോർ ദ പേഷ്യൻസ് on the use of drugs, possible after effects, toxicity and hostile effect of drug interactions, etc. Clear ആണെന്ന് പറഞ്ഞത്? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ. മരുന്നുകളുടെ ഉപയോഗക്രമത്തിനുള്ള വിവരങ്ങളുടെ ഉറവിടമായിട്ട് പ്രവർത്തിക്കുക. നേരത്തെ പറഞ്ഞല്ലോ മരുന്ന് എങ്ങനെ ഉപയോഗിക്കണം, എത്ര അളവിലെടുക്കണം, എത്ര കാലയളവ് വരെ ഉപയോഗിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിന് മുമ്പ് വേണോ ശേഷം വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം അല്ലെ. അത്തരത്തിലുള്ള ഡ്രഗ് യൂട്ടിലൈസേഷന്റെ വിവരങ്ങൾക്ക് ഉറവിടമായിട്ട് പ്രവർത്തിക്കുക. ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്സ്, ഗവേഷണ പദ്ധതികളുടെ ഭാഗമാകുക. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഫാർമസി എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. അത്തരത്തിലുള്ള ഗവേഷണ പദ്ധതികളുടെ ഒക്കെ ഭാഗമാകും. പുതിയ പുതിയ റിസർച്ച് വരുമ്പോഴാണ് പുതിയ പല മരുന്നുകളുടെയും കണ്ടന്റുകളുടെ ഒക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പല മാറ്റങ്ങളും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള റിസർച്ച് ഗവേഷണ പദ്ധതികളുടെ ഭാഗമാവുക. പിന്നെ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ദ ഡിസിഷൻസ് ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക്സ് കമ്മിറ്റി. നേരത്തെ പറഞ്ഞ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകൾ അഥവാ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുക. To coordinate and to cooperate with the other departments of the hospital. അല്ലെ, ഹോസ്പിറ്റലിലെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും സഹകരിച്ച് ഏകോപനത്തോടു കൂടി മുന്നോട്ട് പോകുക. നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് മെഡിക്കൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചില്ലേ? അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആര്? ഈ പറയുന്ന ഫാർമസി അല്ലെ. അപ്പൊ അത്തരത്തിൽ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളായിട്ടും സഹകരിച്ചുകൊണ്ട് അല്ലെ, അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുക. പിന്നെന്താണ്? ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദ ഹോസ്പിറ്റൽസ്. അതായത് ഹോസ്പിറ്റലുകളുടെ നയങ്ങൾക്ക് അനുസൃതമായിക്കൊള്ളും. ഒരു ഹോസ്പിറ്റലിന് അവരുടേതായ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇതുപോലെ ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് ഹോസ്പിറ്റലുകളുടെ നയങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് അതിനെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഫാർമസിയുടേതായ നയ നടപടിക്രമങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യാൻ രൂപപ്പെടുത്തി അത് സംഘടിപ്പിച്ച് അത് നടപ്പിലാക്കുക. അതും ആരുടെ ഒബ്ജക്റ്റീവാണ്? ഫാർമസിയുടെ ഒബ്ജക്റ്റീവാണ്. പക്ഷെ അങ്ങനെ ഒരു നയ നടപടിക്രമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഹോസ്പിറ്റലിന്റെ പോളിസിക്ക് ഒരിക്കലും ഒരു ബ്രേക്ക് ആവാനോ അല്ലെങ്കിൽ അതിനെ ഇന്റർഫിയർ ചെയ്യാനോ പാടില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിന്റെ നയങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവയെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഫാർമസിയുടേതായ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ രൂപപ്പെടുത്തുക, അത് സംഘടിപ്പിക്കുക, അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കുക. ഇത് ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ്. 8 പോയിന്റ്സ് ആണ് കേട്ടോ നമ്മൾ അതിനകത്ത് പറഞ്ഞത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് എല്ലാം നമുക്ക് ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? കണ്ടിന്യൂ ചെയ്യട്ടെ. എന്താണ് ആരുടെ ഒരു റിപ്ലൈ ഇല്ലാത്ത? എന്ത് പറ്റി? മനസ്സിലാവുന്നില്ലേ? അടുത്തതാണ്
അടുത്തതാണിത് ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെ. അതായത് ഒരു ഫാർമസിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? നിർബന്ധമായിട്ടും ഒരു ഫാർമസി എന്ന് പറയുമ്പോൾ എന്തെല്ലാം സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഇതിൽ പറയുന്ന പല സൗകര്യങ്ങളും അത്യാവശ്യം വലിയ വലിയ ഫാർമസികൾക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടോ. നമ്മളിപ്പോ സ്മോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ അത്യാവശ്യം ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ പഠിക്കാൻ പോകുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ ഓരോ പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, located in the first floor or in the ground floor. വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അതായത് ഒരു ഫാർമസിയുടെ ഐഡിയൽ ലൊക്കേഷൻ എവിടെ ആയിരിക്കണം? ഒന്നാമത്തെ നിലയിലോ അല്ലെങ്കിൽ താഴത്തെ നിലയിലോ ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോൾ ഐഡിയൽ ലൊക്കേഷൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഫാർമസിയുടെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ, താഴത്തെ നിലയിൽ. അതല്ലാന്നുണ്ടെങ്കിലോ ഒന്നാമത്തെ നിലയിലായിരിക്കും. പഠിച്ചു വെക്കണം. ചോദ്യം വരാം, എവിടെയാണ് ലൊക്കേഷൻ? ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാവാം, അല്ലെങ്കിൽ ഒന്നാമത്തെ നിലയിലാവാം. അത് വിട്ടുപോകില്ല കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് OP pharmacy should have a grand appearance and must have enough space patients who should wait for medicines. അതായത് ഈ പറയുന്ന OP ഫാർമസി ഉണ്ടല്ലോ, അതിനൊരു ഗ്രാൻഡ് അപ്പിയറൻസ് ഉണ്ടായിരിക്കണം. ഗ്രാൻഡ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. നമുക്ക് കാണുമ്പോൾ ഒരു ഫാർമസിയുടേതായ ഒരു ലുക്ക് വരണം. ആ ലുക്ക് വരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, അവിടെ കൃത്യമായിട്ട് പേഷ്യൻസിന് ഇരിക്കാനായിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കണം, ഡിസ്പെൻസ് ചെയ്യാനുള്ള ഏരിയ ഉണ്ടായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള കൗണ്ടറുകൾ ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവർ ഗ്രാൻഡ് അപ്പിയറൻസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? സ്പേസ് ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എ സ്പേസ്. ഓക്കെ, സ്പേസ് ഫോർ സ്പേസ് പേഷ്യൻസ് ഹു ഷുഡ് വെയിറ്റ് ഫോർ മെഡിസിൻസ്. മരുന്നുകളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് അവിടെ എന്താണ്? അവർക്ക് ഇരിക്കാനുള്ള വെയിറ്റിംഗ് ഏരിയ അല്ലെ, സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. അനുയോജ്യമായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? OPD വെയിറ്റിംഗ് റൂം ഷുഡ് ഗിവ് എ പ്രൊഫഷണൽ ലുക്ക്. ഇപ്പൊ പറഞ്ഞ പോലാണ് കേട്ടോ. ഈ OPD എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലാത്ത അവിടെ പറഞ്ഞിരിക്കുന്നു. OPD ഔട്ട് പേഷ്യന്റ് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അതിനൊരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? there should be educative posters on health and hygiene and literature for reading. അത് മാത്രമല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫാർമസിയുടെ അവിടെ പോകുന്ന സമയത്ത് ഈ പറയുന്ന ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലെ, നമ്മുടെ ശുചിത്വവും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് അല്ലെ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. there should be അല്ലെ, ഉണ്ടായിരിക്കണം. ആൻഡ് ലിറ്ററേച്ചർ ഫോർ റീഡിങ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു മരുന്ന് മേടിക്കാനിരിക്കുമ്പോൾ ഒരുപാട് ടൈം അല്ലെ, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇത്രയും സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു സമയം നമുക്ക് കുറെ കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ബുക്സോ കാര്യം നല്ല നല്ല ബുക്കുകൾ കേട്ടോ, ബുക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെ സൗകര്യമായിരിക്കും. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന നമുക്ക് വായിക്കുന്നതിന് വേണ്ടിയിട്ട് മാഗസിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ലിറ്ററേച്ചർ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ബുക്സും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ് കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മൾ ഫാർമസിയിൽ പോകുമ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ, കോവിഡ് സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, കോവിഡ് പ്രിക്കോഷൻസിനെ സംബന്ധിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചിത്രങ്ങളൊക്കെ പോയി കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു പോസ്റ്റർ ചെയ്യും അല്ലെ. നമുക്കത് കാണുമ്പോൾ ഒത്തിരി ഇൻഫർമേഷൻ അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആണ്. അത് സെക്കൻഡ് പോയിന്റ് ഒന്നുമില്ല, ഈ പറയുന്ന OP ഫാർമസിക്ക് ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ലുക്ക് ഉണ്ടായിരിക്കണം. അവിടെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. പേഷ്യൻസിന് ഈ പറയുന്ന മരുന്ന് മേടിക്കാനിരിക്കുന്ന പേഷ്യൻസിന് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ, ഒരു വെയിറ്റിംഗ് സ്പേസ് നിർബന്ധമായിട്ടും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ? ഓക്കെ. തേർഡ് പോയിന്റ് പറയുന്നത് suitable space must be given for the regular manufacturing of stock solution, powders, ointments, etc. The manufacturing room should be near the pharmacy. അതായത് ഈ പറയുന്ന ഈ സ്റ്റോക്ക് സൊല്യൂഷൻ, അതുപോലെ തന്നെ പൗഡേഴ്സ്, ഓയിൽമെന്റ്സുകള്, ഇവയെല്ലാം തന്നെ പതിവായിട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം എവിടെ ഉണ്ടായിരിക്കണം? ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. ഈ സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫാർമസിസ്റ്റുകൾ ഉപയോഗിക്കുന്ന കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മരുന്നിന്റെ തന്നെ സൊല്യൂഷൻ ആണ് കേട്ടോ. സ്റ്റോക്ക് സൊല്യൂഷൻ ആണ് അതിന് പറയുന്നത്. വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ അത് ഉണ്ടാക്കി വെക്കും. അത് ഉണ്ടാക്കി വെച്ച് അതിന് ഇതിന് ആവശ്യാനുസരണം അളവിലെടുത്ത് അത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് മെഡിസിൻ ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. അത് എപ്പോഴും ആർക്കെ ലാബിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് സ്റ്റോക്ക് സൊല്യൂഷൻ ആക്കി ഉണ്ടാക്കി വെക്കണം.
ഓക്കെ. അത്തരത്തിലുള്ള സ്റ്റോക്ക് സൊല്യൂഷൻ, പിന്നെ മരുന്നുകളുടെ പൗഡേഴ്സ് അല്ലെ, അതുപോലെ ഓയിൽമെന്റ്സുകൾ, ഇവയെല്ലാം റെഗുലർ ആയിട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു സ്പേസ് ഫാർമസിക്കകത്ത് ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ എന്താ പറയാ, മാനുഫാക്ചറിംഗ് റൂം ആണ് പറയാം അല്ലെ. ഇങ്ങനെയുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്ന റൂമാണ്. സോ ഇറ്റ് കോൾഡ് മാനുഫാക്ചറിംഗ് റൂം. അപ്പൊ ആ ഒരു മാനുഫാക്ചറിംഗ് റൂം എവിടെയായിരിക്കണം? ദാറ്റ് ഷുഡ് ബി നിയർ ദ ഫാർമസി. ഫാർമസിയുടെ സമീപത്തായിരിക്കണം എന്ത്, മാനുഫാക്ചറിംഗ് റൂം. അല്ലാണ്ട് ഒരുപാട് ദൂരെയൊന്നും കൊണ്ടുവയ്ക്കാനായിട്ട് പാടില്ല. കാര്യം നമുക്ക് അത് നിർമ്മിച്ച് പെട്ടെന്ന് തന്നെ ഫാർമസി അടുത്തുണ്ടാവുന്ന സൗകര്യമായിരിക്കും അല്ലെ. എപ്പോഴും മാനുഫാക്ചറിംഗ് റൂം എന്ന് പറയുന്നത് ഒരു ഫാർമസിയുടെ അരികത്തായിരിക്കണം, അല്ലെങ്കിൽ സമീപത്തായിരിക്കണം. ആ രീതിയിലായിരിക്കണം അതിന്റെ പ്ലാനിങ്, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഫോർത്ത് പോയിന്റ്, ഓഫീസ് ഓഫ് ദ ചീഫ് അല്ലെ. അവരുടെ ചീഫ് അല്ലെ, ചീഫ് എന്ന് പറയുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും, മേധാവിക്കായിട്ടൊരു ഓഫീസ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, പാക്കേജിങ് ആൻഡ് ലാബറിംഗ് ഏരിയ അല്ലെ, മരുന്നുകൾ പാക്ക് ചെയ്യാൻ ലാബർ ചെയ്യാൻ സ്പെഷ്യൽ ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെ കോൾഡ് സ്റ്റോറേജ് ഏരിയ അല്ലെ. കോൾഡ് സ്റ്റോർ, ചില മരുന്നുകൾ നമുക്ക് റെഫ്രിജറേറ്റർ, അതിന്റെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കേണ്ടതായ ചില മരുന്നുകളുണ്ട്. പ്രധാനമായിട്ട് ഈ ആന്റിബയോട്ടിക്സുകൾ, പിന്നെ ഇൻസുലിൻ, അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ നമുക്ക് കോൾഡ് സ്റ്റോറേജിലാണ് സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അത്തരത്തിലുള്ള കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, റിസർച്ച് വിങ് അല്ലെ, ഒരു ഗവേഷണ വിഭാഗം. നമ്മൾ നേരത്തെ പറഞ്ഞു എഡ്യൂക്കേഷൻ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഒരു ഗവേഷണ വിഭാഗം, മരുന്നുകളെ സംബന്ധിക്കുന്ന പുതിയ പുതിയ ഗവേഷണങ്ങൾ, പ്രൊജക്ട്സുകളൊക്കെ ചെയ്യുന്ന ഒരു റിസർച്ച് വിങ് ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് സാധാരണ ചെറിയ ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. ചെറിയ ഹോസ്പിറ്റൽ കുറച്ച് എന്താ പറയാ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കാര്യം വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഒരു റിസർച്ച് വിങ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ഫാർമസി സ്റ്റോർ റൂം അല്ലെ, മരുന്നുകളെല്ലാം തന്നെ സംഭരിച്ചു വെക്കുന്നതിനുള്ള സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ലൈബ്രറി. റിസർച്ച് വിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടായിരിക്കും, ഒരു ലൈബ്രറി ഉണ്ടായിരിക്കും അല്ലെ. എഡ്യൂക്കേഷണൽ റിസർച്ച് ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറി സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്ന 10th പോയിന്റ് ഇതാണ്, റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിംഗ് ഏരിയ. എന്താണ്, റേഡിയോ ഐസോട്ടോപ്പുകളുടെ സംഭരണവും വിതരണവും ചെയ്യുന്ന പ്രത്യേക ഏരിയകൾ ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് എന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ ന്യൂക്ലിയർ മെഡിസിൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ഇവിടെ എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിക്കാം. An unsteady form of a chemical element that releases the radiation since it breaks down and becomes more stable. എന്താണ് അന്ന് പറഞ്ഞിരുന്നു, റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥിരമല്ലാത്ത അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ എലമെന്റ് ആണ്. അതെന്താ ചെയ്യുന്നത്, അത് റേഡിയേഷനെ എലിമിനേറ്റ് ചെയ്യുന്നതിലൂടെ, പുറത്തേക്ക് റേഡിയേഷനെ എലിമിനേറ്റ് ചെയ്യുന്നതിലൂടെ, റിലീസ് ചെയ്യുന്നതിലൂടെ അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഒരു സ്റ്റേബിൾ എലമെന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് റേഡിയോ ഐസോട്ടോപ്പ്. പേരിൽ തന്നെ ഉണ്ട് അല്ലെ, റേഡിയോ, റേഡിയേഷനെ എലിമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവര്. അവരെന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, അൺസ്റ്റേബിൾ ആണ്, സ്ഥിരമല്ലാത്ത എലമെന്റ്സ് ആണ്. പക്ഷെ അതിന് റേഡിയേഷൻ പുറപ്പെടുവിച്ചുകൊണ്ട്, റേഡിയേഷനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് അത് ബ്രേക്ക് ആയിട്ട് പിന്നീട് ഒരു സ്റ്റേബിൾ എലമെന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ പൊതുവെ മെഡിസിൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഇമേജിംഗ് ടെസ്റ്റുകളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇപ്പൊ കൊബാൾട്ട് 60 ഇതൊരു റേഡിയോ ഐസോട്ടോപ്പ് ആണ്. അതുപോലെ ഗേലിയം 67, ടെക്നീഷ്യം 99 എന്നൊക്കെ പറയുന്ന കുറെ റേഡിയോ ഐസോട്ടോപ്സുകളാണ്. അത് വന്നിട്ട് പല ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ കൊബാൾട്ട് 60 ഒക്കെ ആണെങ്കിൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇമേജിങ്ങിൽ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ഗേലിയം 67 അങ്ങനെയൊക്കെയുള്ള റേഡിയോ ഐസോട്ടോപ്സ് ഒക്കെ. അതൊക്കെ നമ്മൾ ഇമേജിംഗ് ടെസ്റ്റുകളിലും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സെന്റൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അത് എന്താണെന്ന് ചോദിക്കും. What is a radio isotope? An unsteady form of a chemical element that releases the radiation since it breaks down and becomes the more stable. അങ്ങനെ അത് സ്റ്റേബിൾ ആവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ പറയാണ്, ഇൻ മെഡിസിൻ they are used in imaging test and treatment. ഇപ്പൊ പറഞ്ഞ കാര്യം, ചികിത്സയിലും ഇമേജിംഗ് ടെസ്റ്റുകളിലും സാധാരണയായിട്ട് നമ്മൾ റേഡിയോ ഐസോട്ടോപ്സുകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്താണ്, ഓൾ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഷുഡ് ബി ഇൻ സ്റ്റോർ ഇൻ എ സെക്യൂർ or when they are not in use. ഈ പറയുന്ന റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാല് അത് അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട മെറ്റീരിയൽസ് അല്ല. പ്രത്യേകം ഓർക്കുക, അത് വളരെ അൺസ്റ്റേബിൾ ആണ്, അത് റേഡിയേഷനെ പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട് അവയ്ക്ക്. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കാത്ത അവസരത്തിന്, ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വളരെ സെക്യൂർഡ് ആയിട്ട് സുരക്ഷിതമായിട്ട് അത് സ്റ്റോറിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം.
കേട്ടോ. അതുകൊണ്ടാണ് സ്പെഷ്യൽ ഏരിയ തന്നെ അതിനായിട്ട് പറഞ്ഞിരിക്കുന്നത്, സെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിയേ, അതാണ് ഓൾ റേഡിയോ ഐസോട്ടോപ്സ് ഷുഡ് ബി ഇൻ സ്റ്റോർ ഇൻ സെക്യൂർഡ് ആയിട്ട്, വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കണം. വെൻ ദേ ആർ നോട്ട് ഇൻ യൂസ്, അത് ഉപയോഗിക്കാത്ത സാഹചര്യമുണ്ട് കേട്ടോ. പിന്നെന്താണ്, ഇഫ് ദേ ആർ സ്റ്റോർഡ് ഇൻ ലബോറട്ടറി the lab must be locked when they are not in use. നമ്മളിപ്പോ ലാബിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ ലാബ് നമ്മൾ മസ്റ്റ് ആയിട്ട് ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം. നമ്മൾ ലബോറട്ടറി സർവീസിൽ പറഞ്ഞിരുന്നു അല്ലെ, റേഡിയോ ഐസോട്ടോപ്സ് ഉള്ള സ്ഥലത്ത് റേഡിയേഷൻ ഹസാർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രത്യേക സൈനേജ് ബോർഡൊക്കെ വെച്ചിട്ടാണ് ആ ഒരു റൂം നമ്മൾ കീപ്പ് ചെയ്യുക അല്ലെ. ആ രീതിയിലാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ if the isotope is stored in refrigerators or freezers in a lab or hardware, the refrigerator or freezer must be locked. ഇനി നമ്മളൊരു ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ആണ് ഇത് സൂക്ഷിക്കുന്നതെങ്കിൽ അതും നമ്മൾ ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം. അത്രയും പ്രാധാന്യമുണ്ട് റേഡിയോ ഐസോട്ടോപ്പിന് കേട്ടോ. പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, ഐഡിയൽ ലൊക്കേഷൻ പറയും അല്ലെ. ഒന്നില്ലെങ്കിൽ താഴത്തെ നിലയിലോ അല്ലെങ്കിൽ ഒന്നാമത്തെ നിലയിലോ ആയിരിക്കണം. പിന്നെ ഒരു OP ഫാർമസിക്ക് എത്തുന്ന ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രോഗികൾക്ക് ഈ പറയുന്ന പോലെ മരുന്നുകൾ മേടിക്കാനിരിക്കുന്ന രോഗികൾക്ക് ഒരു പ്രത്യേക വെയിറ്റിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം. പിന്നെ OP ഫാർമസി എന്ന് പറഞ്ഞാൽ വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സുകൾ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ എന്താ പറയുക, വായിക്കാനുള്ള മറ്റു മാഗസിൻസ് അല്ലെങ്കിൽ അതിനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കണം, പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന സ്റ്റോക്ക് സൊല്യൂഷന്, മരുന്നുകളുടെ പൗഡേഴ്സ്, ഓയിൽമെന്റ്സ്, ഇതെല്ലാം തന്നെ റെഗുലർ ആയിട്ട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ അനുയോജ്യമായ ഒരു സ്ഥലം ഫാർമസിക്കകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഈ പറയുന്ന മാനുഫാക്ചറിംഗ് റൂം എപ്പോഴും ഫാർമസിയുടെ സമീപത്തായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ചീഫ് അവിടുത്തെ മേധാവി ഫാർമസിസ്റ്റ് ആയിരിക്കും, ചീഫ് ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം, പാക്കേജിങ് ആൻഡ് ലാബലിംഗ് ഏരിയ ഉണ്ടായിരിക്കണം, കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ഒരു റിസർച്ച് വിങ്, റിസർച്ച് ചെയ്യുന്ന മേഖല കാണാൻ അവർക്കായിട്ടൊരു പ്രത്യേക ഒരു വിഭാഗം അല്ലെ, റിസർച്ച് വിങ് ഉണ്ടായിരിക്കണം. റിസർച്ച് വിങ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കണം, അവർക്കൊരു ലൈബ്രറിയും ആവശ്യമായിട്ടുണ്ട് അല്ലെ. പിന്നെ ഈ പറയുന്ന ഫാർമസി സ്റ്റോർ റൂം ആവശ്യമാണ്. പിന്നെ റേഡിയോ ഐസോട്ടോപ്സുകളെ സ്റ്റോർ ചെയ്യുന്നതിനും ഡിസ്പെൻസ് ചെയ്യുന്നതിനും പ്രത്യേകമായിട്ടുള്ള ഏരിയയും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത എന്താണ് എക്യുപ്മെന്റ്സ്. എന്താണ് എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്. ഒരു ഹോസ്പിറ്റൽ ഫാർമസിക്കകത്ത് ആവശ്യമായിട്ട് വരുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, എന്തെല്ലാം എക്യുപ്മെന്റ്സ് ആണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്, അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. താഴെ തന്നിരിക്കുന്നവയില് ഫാർമസിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് ചോദിക്കാം. അതേപോലത്തെ ചോദ്യം എവിടെയും വരാം, ഫങ്ഷൻസിൽ വരാം, ഒബ്ജക്റ്റീവ്സിലൊക്കെ വരാം കേട്ടോ. അപ്പോ സാധാരണ ഒബ്ജക്റ്റീവ്സ് ഒക്കെ വരുമ്പോൾ ഓർഗാനൊരു എളുപ്പമുണ്ട്, എല്ലാം ടൂവിലാണ് കേട്ടോ തുടങ്ങുന്നത്. ടു മേക്ക്, ടു പ്രൊഫഷണൽസ്, ടു ആക്ടേഴ്സ്, ടു ടേക്ക് പാർട്ട് ഇൻ, ടു ബ്രിങ്, ടു കോർഡിനേറ്റ്, ടു ഡിസൈൻ, അങ്ങനെയൊക്കെ ടു വെച്ചിട്ടാണ് തുടങ്ങുന്നത് ഒബ്ജക്റ്റീവ്സ്. അങ്ങനെ രണ്ടും വരാട്ടോ, വെറുതെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കണ്ടാൽ ഒബ്ജക്റ്റീവ് ആണ് അത്. കാരണം ഒബ്ജക്റ്റീവും ഫങ്ഷൻസും ഒക്കെ ഏകദേശം ഒരുപോലത്തെ പോയിന്റ്സ് ആണ്, തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഓക്കെ. അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്, പ്രിസ്ക്രിപ്ഷൻ കേസ്. എന്താണ് പ്രിസ്ക്രിപ്ഷൻ കേസ്? എന്താണ്, നമ്മൾ ഡോക്ടറെ കാണുന്നു, അദ്ദേഹം നമുക്കായിട്ടുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നു, എന്നിട്ട് അത് എഴുതി തരും അല്ലെ. എഴുതി തരുമ്പോൾ നമ്മുടെ നേഴ്സ് എന്ത് ചെയ്യും, അത് ഫൈനാക്കി വെക്കും അല്ലെ. എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും, ഈ പറയുന്ന ഫാർമസിയിലേക്ക് അത് തന്നുവിടും. നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് ഫാർമസിയുടെ ഒരു കേസ് ഉണ്ട് അല്ലെ, ഒരു കേസ്, നമ്മുടെ അത് ട്രേയോ ഒരു കേസോ അവിടെ ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ ഈ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് വെക്കുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മൾക്ക് പുറമെ വരുന്ന എല്ലാ പേഷ്യൻസുകളും ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കേസിലായിരിക്കും ഈ പറയുന്ന കുറിപ്പടികളെല്ലാം തന്നെ വെക്കുന്നത് അല്ലെ. അപ്പൊ അവരെന്ത് അവിടെ ഇത് നോക്കി കറക്റ്റ് ആയിട്ട് ബില്ല് ചെയ്ത് പിന്നെ മരുന്ന് എടുത്ത് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അത്തരത്തില് പ്രിസ്ക്രിപ്ഷൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ കേസ് ആവശ്യമാണ്. കേസിൽ അവിടെ ഉദ്ദേശിക്കുന്ന ട്രേ ആണ് കേട്ടോ, പ്രിസ്ക്രിപ്ഷൻ വെക്കാനുള്ള ഒരു ട്രേ വേണം. പിന്നെ എന്താണ്, ഡ്രഗ് സ്റ്റോക്ക് കബേർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്.
അതായത് ഈ പറയുന്ന മരുന്ന് ഫാർമസിയിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഫാർമസിയുടെ അവിടെ സൈഡിലേക്കൊക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന മരുന്നുകളെല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്യുന്നതിനുള്ള കബേർഡുകൾ അല്ലെ. കബേർഡുകൾ അവർ തിരിച്ച് ഷെൽഫാക്കിയിട്ടാണ് അവർ വെക്കുക. എല്ലാ മരുന്നും ഒരുമിച്ചാണ് അവർ വെക്കുക അല്ല. അത് ഈ പറയുന്ന ഓരോ ആവശ്യങ്ങൾക്കുള്ള മരുന്നുകൾ അവർ പ്രത്യേകം തന്നെ ഷെൽഫിലാക്കി പ്രത്യേക കബേർഡുകളായിട്ടാണ് അവർ സൂക്ഷിക്കുക. അത്തരത്തിലുള്ള ഡ്രഗ് സ്റ്റോക്ക് ചെയ്യാനുള്ള കബേർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ് ആൻഡ് ഡ്രോയേഴ്സ് അല്ലെ. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഷെൽഫുകളും ഡ്രോയേഴ്സോട് കൂടിയിട്ടുള്ളത് ഉണ്ടായിരുന്നു. ഡ്രോയർ എന്ന് വെച്ചാൽ ഇങ്ങനെ വലിക്കുന്ന ടൈപ്പില് ഡ്രോയറുകൾ, അത്തരം ഡ്രോയേഴ്സുകൾ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് മൂന്നാമത്തെ പോയിന്റ്, സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സ് വിത്ത് കബേർഡ് സ്പേസ്. ഓക്കെ, ഈ പറയുന്ന ഡ്രോയർ ഉണ്ടല്ലോ അതിനകത്ത് തന്നെ എന്താണ് പല പല സെക്ഷൻ ആക്കിയിട്ട് സെക്ഷണൽ ക്യാബിനറ്റ്സ് ഉള്ള ഡ്രോയർ ഉണ്ടായിരിക്കണം. നമ്മൾ ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നേ ആ സമയത്ത് നമ്മൾ ബില്ല് ചെയ്യാനിരിക്കുമ്പോൾ അവരുടെ ക്യാബിനറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഡ്രോയുടെ ഇങ്ങനെ സെക്ഷണൽ ക്യാബിനറ്റ് ആണ് അല്ലെ. എന്ന് പറഞ്ഞ് ഇപ്പൊ 1 രൂപ കോയിൻ മാത്രം വെച്ചേക്കുന്ന ഒരു സെക്ഷൻ, 2 രൂപ 5 രൂപ പിന്നെ ക്യാഷ് ആയിട്ട് പേപ്പർ ക്യാഷ് ഒക്കെ ആണെങ്കിൽ അത് വെക്കാൻ പ്രത്യേകം കണ്ടിട്ടില്ലേ. അങ്ങനെ സെക്ഷണൽ ആയിട്ടുള്ള ഡ്രോയർ ക്യാബിനറ്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്, വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ ദ റെഗുലർ ഡിസ്പെൻസിങ് അല്ലെ. നമ്മൾ റെഗുലർ ആയിട്ട് ഡിസ്പെൻസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഫാർമസി. അതിനായിട്ട് അവർക്ക് ഈ പറയുന്ന മരുന്നുകൾ എടുത്തവർക്ക് മരുന്നുകൾ വെക്കാനും ആ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ വെക്കാനുമായിട്ട് വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു ടേബിൾ അവർക്ക് വേണം അല്ലെ. ആ ടേബിളിനാണ് അവർ ആ പ്രിസ്ക്രിപ്ഷൻ വെക്കുക. അവരാവശ്യമുള്ള മരുന്നുകളൊക്കെ ആ ടേബിളിൽ കൊണ്ടാണ് അവർ വെക്കുക അല്ലെ. അത്തരത്തിലുള്ള ഒരു വർക്ക് ടേബിൾ ആൻഡ് കൗണ്ടേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. സിങ്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് ഒരു ഫാർമസിക്കകത്ത് നമ്മൾ അവിടെ ഒരുപാട് ഈ പറയുന്ന യൂട്ടൻസിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലാസ് വെയർസ് മറ്റുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെഡിസിൻ ചിലപ്പോൾ ചതയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ യൂട്ടൻസിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് വാഷ് ചെയ്യാനും ഈ പറയുന്ന സ്റ്റാഫുകൾക്ക് കൈ വാഷ് ചെയ്യാനുമായിട്ടും സിങ്ക് അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്, വെള്ളം കുലുക്കി കളയാവുന്ന സാധാരണ സിങ്ക് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ക്യാബിനറ്റ് ടു സ്റ്റോർ ദ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ്. മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് നിങ്ങൾക്ക് അറിയാമോ, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന ഒരു സാധനം കണ്ടിട്ടില്ലേ. ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന നമ്മുടെ മെഡിസിന്റെ ഒക്കെ പരസ്യത്തിലുണ്ട് ആ സാധനം. ഇങ്ങനെ ഉള്ളിയൊക്കെ വെച്ച് ചതയ്ക്കുന്ന മരുന്നുകളൊക്കെ ചതയ്ക്കുന്ന ആ ഒരു പണ്ട് അമ്മൂമ്മമാർക്ക് യൂസ് ചെയ്യുന്നത്. അത്രയ്ക്ക് കുഴിയില്ല അങ്ങനത്തെ സാധനം കേട്ടോ. അതിനെയാണ് നമ്മൾ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അത് സ്റ്റോർ ചെയ്യാനുള്ള ക്യാബിനറ്റ്, കാരണം നമുക്ക് മരുന്നുകളാണ് അത് വിൽക്കാനും ചതയ്ക്കാനും കുടിക്കാനൊക്കെ ആവശ്യമായിട്ട് വരും. അത്തരത്തിലുള്ള മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് സ്റ്റോർ ചെയ്യുന്നതിനുള്ള ക്യാബിനറ്റ് ആവശ്യമാണ്. പിന്നെ പറയുന്നത് കബേർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽസ് ആൻഡ് ബേക്കർ. നമ്മൾ ഈ പറയുന്ന ഗ്ലാസ് വെയർസ് ആയിരിക്കും കൂടുതലും അല്ലെ. പറയുന്ന ഫ്ലാസ്ക് ഉണ്ടായിരിക്കും, ഫണലുകൾ ഉണ്ടായിരിക്കും, ബേക്കറുകൾ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഗ്ലാസ് വെയർസ് ഒക്കെ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം എന്ത് വേണം, കബേർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, കബേർഡ്സ് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് റെഫ്രിജറേറ്റേഴ്സ് ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി, അനുയോജ്യമായിട്ടുള്ള കപ്പാസിറ്റിയോട് കൂടിയിട്ടുള്ള റെഫ്രിജറേറ്ററുകൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ ചില ആന്റിബയോട്ടിക്സ്, ഇൻസുലിൻ പോലെയുള്ള മെഡിസിൻസ് ഇവയെല്ലാം തന്നെ നമ്മൾ റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിച്ചു വെക്കുക. അപ്പൊ അത്തരത്തിൽ സ്യൂട്ടബിൾ കപ്പാസിറ്റിയോട്, അനുയോജ്യമായിട്ടുള്ള കപ്പാസിറ്റിയോട് കൂടിയിട്ടുള്ള റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കും. ഇപ്പൊ ചില വലിയ ഹോസ്പിറ്റലാണ് ചിലപ്പോൾ വലിയ റെഫ്രിജറേറ്റർ ഒക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ അത് ഈ പറയുന്ന ആ ഒരു ഹോസ്പിറ്റലിലെ മെഡിസിൻസിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുകൊണ്ട് അത്രയും ആ ഒരു കപ്പാസിറ്റി ഉള്ള റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്, നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. നാർക്കോട്ടിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, മയക്കുമരുന്നുകളാണ് കേട്ടോ. മയക്കുമരുന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് സെഡേഷൻ തരുന്ന അനസ്തേഷ്യ കൊടുക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ കേട്ടോ. അത്തരം നാർക്കോട്ടിക്സ് മരുന്നുകളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ് എല്ലാം തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ എന്താണ്, ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. ഒരു ഓഫീസ് ഡെസ്ക് അല്ലെ ഉണ്ടായിരിക്കണം. അതായത് അവിടെ ടെലിഫോൺ കണക്ഷൻ ഉണ്ടായിരിക്കണം. നമുക്കറിയാം പല ഡിപ്പാർട്ട്മെന്റ് കോളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അറ്റൻഡ് ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ടെലിഫോൺ കണക്ഷൻ വിത്ത് ഫയൽ ക്യാബിനറ്റ് അല്ലെ. മരുന്നുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഫാർമസിയായിട്ട് ബന്ധപ്പെട്ട ഫയലുകളും കാര്യങ്ങളും എല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കുന്ന അത്തരം ഫയൽ ക്യാബിനറ്റ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് കേട്ടോ. നഴ്സസ് ആണ് കേട്ടോ, നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. നമ്മൾ ഈ മരുന്നുകള് വിതരണം ചെയ്യുന്നത് നഴ്സുമാർക്ക് ഔട്ട് പേഷ്യൻസിനൊക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിട്ടൊരു ഡിസ്പെൻസിങ് വിൻഡോ അല്ലെ, പ്രത്യേക വിൻഡോ അവിടെ ഉണ്ടായിരിക്കണം.
കൗണ്ടർ പോലെ കണ്ടിട്ടില്ലേ? അത് നമ്മൾ മരുന്ന് കൊടുക്കുന്നതിനും അതുപോലെ മരുന്ന് നമ്മൾക്ക് സ്വീകരിക്കുന്നതിനായിട്ട് സ്പെഷ്യൽ വിൻഡോസ് ഉണ്ടായിരിക്കും അല്ലെ? നഴ്സുമാർക്കാണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ഇൻവേർട്സിലേക്കുള്ള ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നഴ്സുമാരെ അവിടെ നിന്ന് ഫാർമസിയിൽ മരുന്ന് വാങ്ങിക്കൊണ്ടു അല്ലെ? അവർക്ക് നഴ്സുമാർക്കും അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് വരുന്ന ഔട്ട് പേഷ്യൻസിനും മരുന്ന് വിതരണം ചെയ്യുന്നതിനായിട്ട് പ്രത്യേക ഡിസ്പെൻസിംഗ് വിൻഡോ ഉണ്ടായിരിക്കും. ഇതെല്ലാം അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു ഫാർമസിയുടെ എക്യുപ്മെന്റ്സ്. ഓക്കെ, എന്തൊക്കെയാണ്? പ്രിസ്ക്രിപ്ഷൻ കേസ് വേണം, ഡ്രഗ് സ്റ്റോക്ക് ചെയ്യാനുള്ള കവേർഡ്സുകൾ വിത്ത് പ്രോപ്പർ ഷെൽഫ് ആൻഡ് ഡ്രോയേഴ്സ്, പിന്നെ സെക്ഷണൽ ആയിട്ടുള്ള ഡ്രോയർ ക്യാബിനറ്റ്സ് ഉണ്ടായിരിക്കണം, വർക്ക് ടേബിൾസ് ഉണ്ടായിരിക്കണം, സിങ്ക് ഉണ്ടായിരിക്കണം, പിന്നെ മോർട്ടാർ ആൻഡ് വെസൽസ് സൂക്ഷിക്കാനുള്ള ഒരു ക്യാബിനറ്റ് ഉണ്ടായിരിക്കണം, ഗ്ലാസ് വെയേഴ്സ് അല്ലെ, ഗ്ലാസ് യൂട്ടൻസിൽസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള പ്രത്യേക ഒരു കവേർഡ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ അനുയോജ്യമായ കപ്പാസിറ്റിയോടുകൂടിയുള്ള റെഫ്രിജറേറ്റർ വേണം. ഈ പറയുന്ന അനസ്തീഷ്യ സെഡേഷൻ ഒക്കെ കൊടുക്കുന്ന മരുന്നുകളെ പ്രത്യേകം സൂക്ഷിക്കാനുള്ള ക്യാബിനറ്റ് ഉണ്ടായിരിക്കണം. ഒരു ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ വിത്ത് ഫയൽ ക്യാബിനറ്റ് അതുണ്ടായിരിക്കണം. പിന്നെ നഴ്സുമാർക്കും ഔട്ട് പേഷ്യൻസിനും മരുന്നുകളെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡിസ്പെൻസിംഗ് വിൻഡോസ് ഉണ്ടായിരിക്കണം. ഇത്രയടങ്ങുന്നതാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? ഫാർമസി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഫാർമസി എന്തായിരുന്നു? ഒരു ഹോസ്പിറ്റലിലെ മരുന്നുകളുടെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സംഭരണം, പിന്നെ കോമ്പൗണ്ടിങ്, പിന്നെ നിർമ്മാണം, പരിശോധന, പിന്നെ വിതരണം, ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഫാർമസി. ഓക്കെ, പിന്നെ ഫാർമസിയെ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ റോളും കൂടെ നമ്മൾ അവിടെ പറഞ്ഞു അല്ലെ? അതായത് മരുന്നുകൾ കൃത്യമായിട്ട് ഓർഡർ ചെയ്യുക, അത് സ്റ്റോർ ചെയ്യുക, അതിന്റെ ഗുണനിലവാരം പരിശോധിക്കുക, അതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ആര്? നമ്മുടെ ഫാർമസിസ്റ്റ്. പിന്നെ നമ്മൾ കണ്ടത് ഫംഗ്ഷൻസുകളാണ് അല്ലെ? ഒരുപാട് ഫംഗ്ഷൻസുകൾ നമ്മൾ കണ്ടിരുന്നു. ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്, പിന്നെ എന്താ പറയാ, മരുന്നുകളുടെ ഉപയോഗത്തിന്റെ ഒരു കൗൺസിലിംഗ് സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക, പേഷ്യൻസിനെ കൗൺസിൽ ചെയ്യുക, ഒത്തിരി പോയിന്റ്സ് നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ കണ്ടത് ഒബ്ജക്റ്റീവ്സ് ആണ്, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങള്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ലക്ഷ്യങ്ങൾ കഴിഞ്ഞപ്പോ എന്തായിരുന്നു? ഇൻഫ്രാസ്ട്രക്ചർ. അതിന്റെ ഓരോ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ നിലയിലോ അല്ലെങ്കിൽ താഴത്തെ നിലയിലായിരിക്കണം. ഓർമ്മയുണ്ടല്ലോ ഓരോ പോയിന്റ്സുകളും? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലാസ് ഒക്കെ ക്ലിയർ ആയോ? കുറച്ച് പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നാളെ കാണാം കേട്ടോ. ഓക്കെ, എന്നാ താങ്ക് യു.